സൗദി അറേബ്യയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് ഇന്തോനേഷ്യ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു വലിയ പ്രചരണമുണ്ട്. മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള പോലെയുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഈ മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഇന്തോനേഷ്യയിലില്ല. അതിനെ പലരും കണ്ടെത്തിയിരിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് RSS സജീവമല്ല ഇന്തോനേഷ്യയിൽ, അതുകൊണ്ടാണ് അവിടെ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതെന്നാണ്. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഇന്തോനേഷ്യയിൽ യഥാർത്ഥത്തിൽ നമുക്കറിയാം മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ കൾച്ചറിൽ നിന്ന് എത്രയോ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതാണ് ഇന്തോനേഷ്യ. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അവിടെ പല പ്രശ്നങ്ങളും ഇല്ലാത്തത്? യഥാർത്ഥത്തില് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രചരണം നടത്തുന്നവർക്ക് ബുദ്ധിയുമില്ല, പിന്നെ സാമാന്യ ബുദ്ധിയുമില്ല. അവർക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനും അറിഞ്ഞുകൂടാ, ചരിത്രബോധവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതേ യുക്തി വെച്ച് നോക്കുകയാണെങ്കിൽ തിരിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അഫ്ഗാനിസ്ഥാനിൽ ഇത്ര വലിയ തീവ്രവാദവും താലിബൻ പോലുള്ള ഒരു ഭീകര സംഘടനയുടെ ഉദയവും ഉണ്ടായത് RSS അവിടെ ഉള്ളത് കൊണ്ടാണോ? ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ISIS ഇറാഖിൽ രൂപം കൊണ്ടത് അബൂബക്കർ അൽ ബഗ്ദാദി എന്ന നേതാവ് ISIS എന്ന ഒരു അതിഭീകര സംഘടന രൂപം കൊടുത്തത് അവിടെ RSS ഉണ്ടായിരുന്നത് കൊണ്ടാണോ? ലിബിയയിലും സിറിയയിലും തീവ്രവാദ സംഘടനകൾ ഉണ്ടായത് അവിടെയൊക്കെ RSS ശക്തമായതുകൊണ്ടാണോ? ലെബനോണിലും ഇറാനിലും പിന്നെ അതുപോലെ യമനിലും ഹുതികൾ ഉണ്ടായത് അവിടെ RSSനെ പ്രതിരോധിക്കാനാണോ? ഇത്തരം മണ്ടന ആശയങ്ങൾ മലയാളത്തിലല്ലാതെ ഒരു ഭാഷയിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉത്തര കേരളത്തിന്റെ ചില ഭാഗത്തിരിക്കുന്ന ചില തീവ്ര മനസ്സുകളുടെ ചില വികട ബുദ്ധിയിൽ ഉദിക്കുന്ന ഇത്തരം പിന്നെ പ്രചരണങ്ങൾ ഇതൊക്കെ വായിക്കുന്നവനെ വേണം തലയിൽ ചവിട്ടാനെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇന്തോനേഷ്യയുടെ കാര്യം എടുക്കാം. ഇന്തോനേഷ്യയിൽ തീവ്രവാദമൊന്നും ഇല്ലാതില്ല, ഇന്തോനേഷ്യയിലും ഉണ്ട്. പക്ഷേ ഇന്തോനേഷ്യയിൽ ഇത്ര വലിയൊരു പ്രതിസന്ധി ഒന്നും പലപ്പോഴും ഉണ്ടാകാത്തത് ഇന്തോനേഷ്യ അതിൻ്റെ കൾച്ചറൽ ഐഡന്റിറ്റി ഇതുവരെ അവർ കളഞ്ഞിട്ടില്ല. രാമായണം അവിടെ ഏറ്റവും പ്രചാരത്തിലുള്ള ഗ്രന്ഥമാണ്. അവിടുത്തെ ഈ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ ഇന്തോനേഷ്യയിലെ അവരുടെ ഔദ്യോഗിക എയർലൈൻസിന്റെ പേര് ഗരുഡ എന്നാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡിന്റെ സൈഡിലൊക്കെ ഈ ഒഫീഷ്യൽ ചിഹ്നങ്ങളാണ് ഇതൊക്കെ അവിടെ കാണാം. ഈ ഇന്തോനേഷ്യയുടെ ഭാഗം തന്നെയാണ് ബാലി എന്ന് പറയുന്ന ഹിന്ദു ഭൂരിപക്ഷ ദ്വീപ്. ഏതാണ്ട് 19 കോടി ജനങ്ങളിലധികം, ഒരുപക്ഷെ 19-20 കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യമാണ്, ഒരു ദ്വീപ സമൂഹമാണ് ഇന്തോനേഷ്യ. അവിടെ ഹിന്ദുമതം വളരെ ഇപ്പം വീണ്ടും തിരിച്ചു വരികയാണ്. അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയുടെ പേരാണ്, പ്രസിഡന്റും ഒക്കെ പ്രസിഡന്റ് ആയിരുന്നു മേഘാവതി സുകർണോപുത്രി. അവര് കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് അവർ ഹിന്ദുമതം സ്വീകരിച്ചിരുന്നു. ഈ മേഘാവതി എന്ന പേര് തന്നെ നിങ്ങൾ നോക്കുക, ഇന്ത്യൻ പേരല്ലേ? അതുപോലെ ഇന്തോനേഷ്യയുടെ പല ആൾക്കാരുടെയും പേര് നോക്കി. എനിക്ക് ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതെല്ലാം തന്നെ ഹിന്ദു പേരുകളാണ്. അവിടുത്തെ വലിയ പ്രശസ്തയായ ഓട്ടക്കാരിയായിരുന്നു ദമയന്തി ദർശ. അതുപോലെ ബാലി ദ്വീപ് ഇന്തോനേഷ്യയുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. 70 ലക്ഷത്തിലധികം ഹിന്ദുക്കൾ ഇപ്പോഴും ബാലിയിലുണ്ട്. ആ ദ്വീപ് ഹിന്ദു ഭൂരിപക്ഷ ദ്വീപാണ്. ഈ ഇന്തോനേഷ്യയിലെ ഇസ്ലാം മതം പ്രചരിച്ചത് കച്ചവടത്തിലൂടെയാണ്. അത് വലിയൊരു ആക്രമണത്തിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സാമ്രാജ്യം ശരിക്കും പറഞ്ഞാൽ ഇന്തോനേഷ്യ, കംബോഡിയ, തായ്ലൻഡ് തുടങ്ങിയ ലാവോസ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഏറ്റവും വലിയ ഹിന്ദു രാജാവാണ് സൂര്യവർമ്മൻ എന്ന ആള്. സൂര്യവർമ്മൻ എന്നുള്ള ഒരു ടൈറ്റിലാണ്. സൂര്യവർമ്മൻ 1-മൻ, 2-മൻ, 3-മൻ, 4-മൻ എന്നിങ്ങനെയുള്ള സൂര്യവർമ്മന്മാർ അവിടെ ഭരിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഇന്ത്യയിലല്ല, ആങ്കോർ വാട്ട് എന്ന് പറയുന്ന കംബോഡിയയിലാണ്. ആങ്കോർ വാട്ട് ക്ഷേത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം. ഈ അടുത്ത കാലത്ത് കംബോഡിയയും തായ്ലൻഡും തമ്മിലൊരു യുദ്ധം ഉണ്ടായി. അത് പ്രിയവിഹാർ എന്ന് പറയുന്ന ശിവക്ഷേത്രത്തിന്റെ ഉടമസ്ഥത സംബന്ധിച്ചിട്ടാണ്. തായ്ലൻഡിൽ മലയാളികളൊക്കെ പോവല്ലോ, ബാങ്കോക്കിലും പിന്നെ പട്ടായയിലും ഒക്കെ അടിച്ചു പൊളിക്കാനായിട്ട് പോവല്ലോ. ബാങ്കോക്കിൽ പോയിട്ടുണ്ടോ ഗൗതം? ഇല്ല, ഞാൻ പോയിട്ടില്ല. പോണമെന്നുണ്ട്. ഒന്ന് പോണം. ഞാൻ പോയിട്ടുണ്ട്. ബാങ്കോക്കിൽ ചെന്നാല്
അവിടെ റോഡ് നീളെ നിങ്ങൾക്ക് കാണാം പിന്നെ ഹിന്ദു ദൈവങ്ങളുടെ പ്രതിമകൾ. നിങ്ങൾ ഏത് ഹോട്ടലിൽ പോയി റൂം എടുത്താലും ഹോട്ടലിന്റെ മുമ്പിൽ ഗണപതിയുടെ വിഗ്രഹം ഉണ്ടാകും. ആ ഗണപതിയുടെ വിഗ്രഹം ഒരു ചെറിയ അമ്പലം പോലെ ഉണ്ടാക്കി അവിടെ വെച്ചിരിക്കും. ഉം. അതിനു മുമ്പിൽ രാവിലെ എല്ലാവരും പോയിട്ട് പിന്നെ ചന്ദനത്തിരി കത്തിക്കും. പിന്നെ ആകെ ഉം. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ അവര് ഗണപതിക്ക് കൊടുക്കുന്നത് ബ്രെഡും പിന്നെ അതുപോലെ ഈ ഒരുപാട് ചീസും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അവിടെ പൂജയ്ക്ക് വെക്കുന്നത്. അങ്ങനെയുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇത് ഹിന്ദു ആണെന്ന് അറിയാതെ ഹിന്ദു ആചാരങ്ങൾ അവർ ചിന്തിക്കുന്ന അവർ ബുദ്ധമത രാഷ്ട്രമാണെന്നാണ്. പക്ഷേ അവിടെ മുഴുവൻ ഹിന്ദു ദൈവങ്ങളാണ്. അപ്പൊ ബുദ്ധനും യഥാർത്ഥത്തിൽ ഈ മലയാളിയുടെ തെറ്റിദ്ധാരണയാണ് ഈ ബുദ്ധമതവും ഹിന്ദുമതവും തമ്മിൽ അടിക്കുക എന്നുള്ളത്. ഈ ശ്രീലങ്കയിലെ ഞാൻ ഒരു പത്രപ്രവർത്തകനായിട്ടിരിക്കും ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ എന്നോടൊപ്പം ശ്രീലങ്കക്കാരായ പത്രക്കാരുണ്ട്. അപ്പൊ അവര് നിങ്ങൾ ഹിന്ദുക്കളും ബുദ്ധന്മാരും ഒക്കെ എന്നേ പറയത്തുള്ളൂ. അതായത് ക്രിസ്ത്യാനികളായ ശ്രീലങ്കയിലെ പത്രപ്രവർത്തകർ എന്നോട് പറയും, നിങ്ങൾ ഈ ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ഒക്കെ എല്ലാം കൂടെ അവിടെ ശ്രീലങ്കയിൽ വലിയ പ്രശ്നമാണല്ലോ, ഞങ്ങളെയൊക്കെ അടിച്ചൊതുക്കുകയാണല്ലോ എന്ന് പറയും. അപ്പൊ അവരുടെ മനസ്സിൽ ഇത് രണ്ടും ഒരേ മതമാണ്. ശരിക്കും അവിടെയുള്ള പല ക്ഷേത്രങ്ങളുടെയും നിയന്ത്രണം ബുദ്ധ സന്യാസിമാർക്കാണ്. പിന്നെ ഇവർ തമ്മിൽ ഒരു വഴക്കുണ്ടാവും ചില സമയത്ത്. ഇപ്പൊ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും തമ്മിൽ ചില പ്രശ്നങ്ങളിൽ വഴക്കിടും. അതുപോലൊരു വഴക്കായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. ഹിന്ദു ബുദ്ധന്മാരും തമ്മിൽ അങ്ങനെ ഒരു വലിയ കലാപമൊന്നും ഉണ്ടാവാറില്ല. ശ്രീലങ്കയിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തമിഴരും സിംഹളരും തമ്മിലുള്ള ഇത്തരം കലാപങ്ങളൊക്കെ പുറത്തുനിന്ന് ഉണ്ടാക്കുന്നതാണ്. പറഞ്ഞോ, ഇനി ഞാൻ ഇന്തോനേഷ്യയിലേക്ക് തിരികെ വരാം. പറഞ്ഞോ, ചോദിച്ചോ. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അവരുടെ സംസ്കാരത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് ഇന്തോനേഷ്യൻ സംസ്കാരം. പക്ഷേ ഇന്തോനേഷ്യയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളില്ല. ഇവർ ഈ കൾച്ചറുമായിട്ട് ഇസ്ലാം ബ്ലെൻഡഡ് ആണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ പോലുള്ള പാകിസ്ഥാൻ, ഇവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളാണല്ലോ. ഒരു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങളാണ്. അതിന്റെ കാരണം ഞാൻ പറയാം. ഈ ബംഗ്ലാദേശുകളിൽ വിശാല മനസ്സുള്ള ധാരാളം ആൾക്കാരുണ്ട്. ബംഗ്ലാദേശുകളിലെ ഈ തീവ്ര വിഭാഗങ്ങള് കടന്നു കയറിയിട്ട് അവരുടെ മനസ്സ് മാറ്റി അവരുടെ മനസ്സിൽ വിദ്വേഷം കുത്തിവെച്ചതാണ്. എൻ്റെ അനുഭവത്തിൽ നിങ്ങൾ ഗൾഫിൽ ജോലി ചെയ്ത എല്ലാവർക്കും അറിയാം, ഗൾഫിൽ ഇന്ന് ഇന്ത്യക്കാരുടെ അത്രയും തന്നെ എണ്ണം ബംഗ്ലാദേശികളും. ഈ ബംഗ്ലാദേശിലെ ഒരു നല്ല ശതമാനം ആൾക്കാർ വലിയ മതനിരപേക്ഷരായിട്ടുള്ള ആൾക്കാരാണ്, മുസ്ലിങ്ങളിൽ തന്നെ. അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. മതം പറഞ്ഞ് നമ്മളോട് ആരെങ്കിലും വഴക്കിന് വന്നാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളെ പ്രതിരോധിക്കാനായിട്ട് വന്നിട്ടുള്ള മുസ്ലിങ്ങള് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഇങ്ങനെ അവരെ ഇപ്പോഴും ഞാൻ നന്ദിയോടെ ഓർക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ എനിക്കൊരു സംഘർഷം ഉണ്ടായപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ച് ലോക്കലായ ഒരു അറബിക്കെതിരെ എന്നോടൊപ്പം നിന്ന് സംസാരിക്കാൻ വന്ന ഒരു ബംഗ്ലാദേശി പയ്യനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവര് അത്ര വലിയൊരു വർഗീയവൽക്കരിക്കപ്പെട്ട സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അധികാരത്തിൽ എത്തുന്ന കുറച്ച് ആൾക്കാരാണ്. വ്യക്തിപരമായിട്ട് ഞാൻ പലപ്പോഴും പല പാകിസ്ഥാനികളും ഇന്ത്യക്കാരോട് ഒരു വിദ്വേഷമില്ലാത്തവരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. മുസ്ലിം നാമധാരികളാണെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കഥ, അജിത് ദവാൾ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ്. അദ്ദേഹം ഒരു കഥ പറഞ്ഞു. അദ്ദേഹം പിന്നെ ചാരനായിട്ട് 8 കൊല്ലത്തോളം പാകിസ്ഥാനിൽ ജോലി ചെയ്തു. അപ്പോ ലാഹോറിൽ വെച്ച്, പാകിസ്ഥാനിലെ പഞ്ചാബിന്റെ തലസ്ഥാനമാണ് ലാഹോർ. ആ ലാഹോർ നഗരത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ലാഹോറിൽ വെച്ച് ഒരു ദിവസം അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് അടുത്ത് ഉള്ള ഒരു അപ്പൂപ്പനെ അദ്ദേഹം കാണും. വളരെ പ്രായം ചെന്ന ഒരു വൃദ്ധൻ, പക്ഷെ അജാനബാഹു, എന്താണ് വയറ് വരെ എത്തുന്ന താടി, വെളുത്ത താടി, നെറ്റിയിൽ നിസ്കാര തഴമ്പ്, തലയിൽ തൊപ്പിയൊക്കെ വെച്ച, പാകിസ്ഥാനി കുർത്തയും പൈജാമയും ഒക്കെ ധരിച്ച ഒരു വൃദ്ധൻ. ഒരു ദിവസം അദ്ദേഹം ഈ അജിത് ദവാളിനെ ഇങ്ങനെ വളരെയധികം സൂക്ഷിച്ച് നിരീക്ഷിച്ചു. കുറെ നേരം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. ശരിക്കും അജിത് ദവാൾ പേടിച്ചു പോയി. അതായത് ഈ മനുഷ്യൻ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമാണ്. ആദ്യത്തെ ഒരു ദിവസം അദ്ദേഹം നോക്കി അദ്ദേഹം പോയി. പിന്നെ നിരന്തരമായി അദ്ദേഹത്തിനെ പലപ്പോഴും ഇദ്ദേഹം കാണും. കാരണം അവർ തൊട്ടടുത്ത വീടുകളിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ വൃദ്ധൻ അജിത് ദവാളിന് നേരെ കൈവച്ച് ഇങ്ങനെ കാണിച്ചു, എൻ്റെ പുറകെ പോരാൻ കാണിച്ചു. ഒന്നും മിണ്ടിയില്ല. നിഷേധിക്കാൻ പറ്റില്ല, ഇത് പാകിസ്ഥാനാണ്. ഇദ്ദേഹത്തിനെ കണ്ടാൽ വൃദ്ധനാണെങ്കിലും അജാനബാഹുവായ ഒരാൾ.
ഒന്നും മിണ്ടാതെ അജിത് ദോവൽ അദ്ദേഹത്തിന്റെ പുറകെ ചെന്നു. കോണിപ്പടികൾ കയറി ഒരു വീടിന്റെ 2ാം നിലയിലെത്തി. അവിടെയാണ് ഈ വൃദ്ധൻ താമസിക്കുന്നത്. വൃദ്ധൻ അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം അടുക്കളയിൽ പോയിട്ട് കുടിക്കാനായിട്ട് പാലെടുത്തു കൊണ്ടുവന്നു. അതൊക്കെ കൊടുത്തു. ഇനി ചോദിച്ചു, അതിനുശേഷം ചോദിച്ചു, നിങ്ങൾ ഹിന്ദു ആണല്ലേ എന്ന് ചോദിച്ചു. അജിത് ദോവൽ അത് നിഷേധിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹിന്ദു അല്ല, ഞാൻ മുസൽമാനാണ്. കേട്ടിരുന്ന വൃദ്ധൻ ഒന്ന് ചിരിച്ചു. ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒളിപ്പിക്കാൻ നോക്കണ്ട, നിങ്ങൾ ഹിന്ദു ആണ്. അപ്പോ അജിത് ദോവലിന് മനസ്സിലായി ഈ വൃദ്ധന് കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി അദ്ദേഹവുമായിട്ട് എന്തെങ്കിലും സൗഹൃദം സ്ഥാപിച്ച് അദ്ദേഹത്തിനെ കയ്യിലെടുക്കുക എന്നത് മാത്രമാണ് നിവൃത്തിയുള്ളത്. അങ്ങനെ അജിത് ദോവല് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഹിന്ദു ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ മതം മാറി ഇസ്ലാമായി എന്ന് പറഞ്ഞു. വീണ്ടും വൃദ്ധൻ ചിരിച്ചു. വൃദ്ധൻ പറഞ്ഞു, കുഞ്ഞെ, ഇതൊക്കെ കള്ളമാണ്. ഞാൻ നിന്നേക്കാൾ വളരെയധികം ലോകപരിചയമുള്ള ഒരു വ്യക്തിയാണ്. നീ ഹിന്ദു ആണെന്നും നീ പാകിസ്ഥാനി അല്ലെന്നും നീ ഇവിടെ ഒളിച്ചു താമസിക്കുകയാണെന്നും ഒക്കെ എനിക്കറിയാം. അപ്പോ അജിത് ദോവലിന് മനസ്സിലായി അവിടെ പ്രതിരോധിച്ച് നിന്നിട്ട് കാര്യമില്ല, ഈ മനുഷ്യനെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. അജിത് ദോവൽ ഒരു പരിശീലനം ലഭിച്ച ഒരു ചാരനാണ്. എവിടെ പോരാടണം, എവിടെ കീഴടങ്ങണം, എപ്പോൾ മുന്നോട്ട് കുതിക്കണം, എപ്പോൾ പിന്നോട്ട് കാല് വെക്കണം, ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം മറ്റേ ആളോട് മാപ്പ് അപേക്ഷിച്ചു, ഞാൻ തിരിച്ചു പൊക്കോളാം. അദ്ദേഹം പറഞ്ഞു, നീ തിരിച്ചു പോവുകയൊന്നും വേണ്ട. പിന്നെ ഞാനിതങ്ങനെ മനസ്സിലാക്കിയെന്നാണോ നീ സംശയിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനും ഹിന്ദുവാണ്. ഞാൻ ഈ പാകിസ്ഥാനി ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ വേഷമൊക്കെ ധരിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഹിന്ദുവാണ്, ഞാൻ പാകിസ്ഥാനി ഹിന്ദുവാണ്. അദ്ദേഹം യഥാർത്ഥ പേരൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എങ്ങനെ നിന്നെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ, നിന്റെ കാത് കുത്തിയിരിക്കുന്നു. നിന്റെ കാത് കുത്തിയത് എനിക്കറിയാം, അത് അടഞ്ഞു പോയിരിക്കുകയാണ്. പക്ഷെ നീ വേഗത്തിൽ ഇന്ത്യയിൽ പോയിട്ട് ഒരു പ്ലാസ്റ്റിക് സർജറി നടത്തി അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുത്തിട്ട് വേണമെങ്കിൽ തിരിച്ചു വന്നു. അല്ലെങ്കിൽ അത് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നീ തിരിച്ചു വരണ്ട, എന്നെങ്കിലും ഒരിക്കൽ നീ പിടിക്കപ്പെടും. അപ്പോ ഇങ്ങനെ വേഷം മാറി ജീവിക്കുന്ന ഹിന്ദുക്കളും പാകിസ്ഥാനിൽ ധാരാളം, ബംഗ്ലാദേശിലും ധാരാളം. പക്ഷേ ഇതൊക്കെ തന്നെ ഈ തീവ്രവാദ ഗ്രൂപ്പുകളും പാകിസ്ഥാനിലെ സംഭവം എന്ന് പറഞ്ഞാല്, അവിടെ കുറഞ്ഞ തീവ്രവാദിയെ കൂടിയ തീവ്രവാദി കൊല്ലും. അത് ഇസ്ലാം എന്ന ഒരു മതമൊന്നും അല്ല ഇപ്പൊ അവിടെ. എന്റെ വിലയിരുത്തലിൽ അവിടെ ഇപ്പോ തീവ്രവാദ വികസന പ്രവർത്തന കേന്ദ്രമാണ് പാകിസ്ഥാൻ ഇനി രക്ഷപ്പെടത്തില്ല. ബംഗ്ലാദേശ് ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. അവിടെ ചില പോക്കറ്റുകളിൽ തീവ്രവാദ കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ ആവറേജ് ബംഗ്ലാദേശിക്ക് അറിയാം ഈ മത തീവ്രവാദം കൊണ്ട് അധിക ദൂരം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. അത് അവരിൽ പലരും നമ്മളോടൊപ്പം പറയും. ഒരൊറ്റ വളരെ ചുരുക്കം പാകിസ്ഥാനികൾ മാത്രമേ ഇന്ത്യക്കാരുടെ കടയിൽ ജോലി ചെയ്യും. പക്ഷെ ഏതൊരു ബംഗ്ലാദേശിക്കും ഇന്ത്യക്കാരുടെ കടയിൽ ജോലി ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പല ബംഗ്ലാദേശികളും പുറത്തു പറയുന്ന അവർ ഇന്ത്യക്കാരാണെന്നാണ്. അവരോട് രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്ന് പറയും. അങ്ങനെയുള്ള ബംഗ്ലാദേശികൾ ധാരാളം. പല ബംഗ്ലാദേശികളും ഇന്ത്യയും ബംഗ്ലാദേശും ഒന്നാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ നമുക്ക് അത് അനുവദിക്കാൻ പറ്റത്തില്ല. അവിടുന്ന് ഇന്ത്യയും ബംഗ്ലാദേശും ഒന്നാണെന്ന് പറഞ്ഞ് നുഴഞ്ഞു കയറി ഇവിടെ വന്ന് ജീവിക്കാൻ പറ്റത്തില്ല, അത് പ്രശ്നമാവും. പക്ഷെ ഞാൻ പറഞ്ഞു, ഇന്തോനേഷ്യയെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഇന്തോനേഷ്യയിലെ കച്ചവടത്തിനായിട്ട് അവിടെ ചെന്ന സൂഫികളാണ്, അറബികളാണ് ഇസ്ലാം മതം അവിടെ പ്രചരിപ്പിച്ചത്. അന്നത്തെ ധനികരായ അറബികളുടെ മതം അവർ സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. അതിൽ ഇന്തോനേഷ്യയിൽ നിങ്ങളിപ്പോ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ റീകൺവേർഷൻ ടു ഹിന്ദുയിസം ഗ്രോത്ത് ഓഫ് ഹിന്ദുയിസം ഇൻ ഇന്തോനേഷ്യ, അങ്ങനെയൊക്കെ ചുമ്മാ ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇന്തോനേഷ്യയിലെ പല പ്രമുഖരും തിരിച്ച് മജാപഹിത് എന്ന പറയുന്ന ഒരു സാമ്രാജ്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഇന്തോനേഷ്യയുടെ യഥാർത്ഥ കൾച്ചറാണ് ഹിന്ദു മതത്തെ. അവിടുത്തെ നാഷണൽ ഐഡിയോളജി പഞ്ചശിലയാണല്ലോ നാഷണൽ ഐഡിയോളജി ഇന്തോനേഷ്യയുടെ, ഒറ്റ ദൈവം. അതായത് അവിടെ ആ സംസ്കാരം ഇപ്പോഴും ഹൈന്ദവമാണ്, മതം ഇസ്ലാമായി എന്നുള്ളത്. രാമായണം, ലോകത്തിൽ ഏറ്റവും വൈബ്രന്റ് ആയ രാമായണമുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലെ പിന്നെ രാമായണത്തെ അടിസ്ഥാനമായ നാടകങ്ങളും അതുപോലെ കലകളും ഒക്കെ ധാരാളമുണ്ട് ഇപ്പോഴും.
ഇന്തോനേഷ്യയില് പിന്നെ ദൗർഭാഗ്യവശാൽ ജാവ ദ്വീപിൽ നിന്നും ഹൈന്ദവ മതം അപ്രത്യക്ഷമായി. പക്ഷേ ബാലിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉം. ഈ ഇന്തോനേഷ്യയെ സംബന്ധിച്ച് അതൊരു സിങ്ക്രിറ്റിക് റിലീജിയനാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇസ്ലാം അല്ല. നമ്മൾ ചിന്തിക്കുന്ന ഒരു സുന്നി ഇസ്ലാമിന്റെ ഓർത്തഡോക്സി അല്ല അവിടെ നിലനിൽക്കുന്നത്. ഇതൊക്കെ ആയിരിക്കാം ഇന്തോനേഷ്യ ആ, പിന്നെ ഒരു സഹിഷ്ണുതയുള്ള രാജ്യമായിട്ട് അല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെ കാര്യത്തിൽ അവർക്കൊരു സഹിഷ്ണുതയുണ്ട്. ശരിക്കും ഇന്തോനേഷ്യയിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാവാറുണ്ട്. അത് വേട്ടയാടപ്പെടുന്നുണ്ട്. അമേരിക്കയോടുള്ള എതിർപ്പിൽ നിന്നാണ് ഉണ്ട്. പക്ഷെ ഹിന്ദുമതം അവിടുത്തെ ഒരു ലോക്കൽ സംസ്കാരമായിട്ടാണ് അവർ കാണുന്നത്. ഞാൻ അല്ല അവിടെ പറഞ്ഞ പക്ഷേ സാർ ഈ ഇന്തോനേഷ്യയിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലാസ്ഫമി ലോവും അതിനൊക്കെ അതിന്റെ പേരിൽ ആളുകളെ അകത്തിടുന്നൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതായത് അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഒരു പിന്നെ സ്വർഗമൊന്നുമല്ല ഇന്തോനേഷ്യ. പക്ഷേ മറ്റു പലതിനെ അപേക്ഷിച്ച് ഭേദമാണ്, അത്രയേ ഉള്ളൂ. അത് ഈ സംസ്കാരത്തിന്റെ ഒരു തുടർച്ചയാണ്. അത് ഒരുപാട് സംസാരിക്കാനുണ്ട് ആ വിഷയത്തില്. എനിക്ക് അത്ര അധികം സമയം നമ്മുടെ കൈവശം ഇല്ലാത്തത് കൊണ്ടാണ്. അതൊരു ചരിത്രപരവും സാമൂഹ്യ ശാസ്ത്ര ഒരു സോഷ്യോളജിക്കൽ ഇഷ്യൂ ആണത്. അത് ഇസ്ലാമിന്റെ ഒരു വ്യത്യസ്ത രൂപമാണ് അവിടെ നിലനിൽക്കുന്നത് ഭൂരിഭാഗം പേരും. പക്ഷെ ഇസ്ലാമിന്റെ ഒരു തീവ്ര വെർഷനെ, റാഡിക്കൽ ഇസ്ലാമിനെ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അവിടെ അവതരിപ്പിക്കുന്ന ആൾക്കാർ, ഇടയ്ക്ക് അവിടുത്തെ പ്രധാനമന്ത്രിയായ ഒരാളുണ്ടായിരുന്നു, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. പാർഷ്യലി അന്ധനായ ഒരു വ്യക്തിയായിരുന്നു. അയാള് ഓർത്തഡോക്സിയുടെ ആളായിരുന്നു. അയാളുടെ കാലത്ത് ഈ കഠിനമായ നിയമങ്ങളൊക്കെ കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അതായത് ശരിയാലോ നിലവില് ഈ ഇന്തോനേഷ്യയിൽ ശരിയാലോ നിലവിൽ വന്നു കഴിഞ്ഞാൽ വലിയ അപകടം ചെയ്യുന്നല്ലേ? തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഒറ്റയടിക്ക് ഇന്തോനേഷ്യ മുഴുവനും ശരിയാന്ന് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ബാലി പോലുള്ള പ്രദേശങ്ങൾ ഇപ്പോഴും ഹിന്ദു ഭൂരിപക്ഷമാണ്. 80-90% ഹിന്ദുക്കളുള്ള ഒരു പ്രദേശമാണ് ബാലി. അപ്പൊ അത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ വല്ലതും ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും അവിടെ അതിന് പ്രതിരോധിക്കപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പുണ്ട്. അവിടെയുള്ള നിലവിലുള്ള അവരുടെ 1950-കളിലൊക്കെ അവർ കടുത്ത ഇസ്ലാമിലേക്ക് പോവുകയായിരുന്നു. ഈ സുകർണോ എന്ന വ്യക്തി അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത്, സുകർണോയുടെ ഭരണകാലത്ത് തീവ്ര ഇസ്ലാം ചിന്താഗതിയായിരുന്നു. പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത് പോലും ആലോചിക്കുന്ന ഒരു കാലം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സുകർണോയുടെ മകളായ വ്യക്തി വന്നപ്പോഴേക്കും അത് മാറി. അവരുടെ ചിന്താഗതി തീർത്തും വ്യത്യസ്തമായിരുന്നു. സുവർണ പുത്രി മാറി, സുവർണ പിതാവ് തീവ്രവാദിയായിരുന്നു. വരും ദിവസങ്ങളിൽ ഈ വിഷയം സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിശദമായിട്ട് നമുക്ക് ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് ചർച്ച ചെയ്യാം. തൽക്കാലത്തേക്ക് നമുക്ക് സമയപരിമിതി മൂലം ഈ വിഷയത്തെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ എന്താണ് കുഴപ്പം എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇന്തോനേഷ്യ. അവിടെ അവരുദ്ദേശിക്കുന്ന ഇസ്ലാം അല്ല അവിടെ നിലനിൽക്കുന്നത്, അവരുദ്ദേശിക്കുന്ന പാരമ്പര്യമല്ല അത്. അതിവിടെ ഈ മറുപടി പറയാൻ അറിയാൻ വയ്യാത്ത ആൾക്കാർ ഹിന്ദുക്കളുണ്ട് കേരളം. ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചോ ഹിന്ദു ചരിത്രത്തെക്കുറിച്ചോ അറിയാൻ വയ്യാത്തവരുടെ ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവര് അതൊക്കെ വിശ്വസിക്കും. പക്ഷേ സോഷ്യൽ മീഡിയ ആയും ഗൂഗിളും എടുത്ത് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് അവിടുത്തെ വസ്തുതകൾ ബോധ്യപ്പെടും. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.